അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ്. ഇന്നത്തെ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അതെ, ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. പിന്നെ മാത്രമല്ല, നമ്മൾ എല്ലാ എപ്പിസോഡിലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു പ്രത്യേകത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അതിനേക്കാളൊക്കെ ശരിക്കും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. അപ്പോൾ കാരണം ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഒരു പാർട്ട് ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഞങ്ങളും അതേപോലെ തന്നെ അങ്ങനെ സ്നേഹിക്കുന്ന, അപ്പോൾ ഞങ്ങളുടെ ക്രൈംസിനൊക്കെ കൂട്ട് നിൽക്കുന്ന ഞങ്ങളുടെ വല്യമ്മയുടെ 17th ബർത്ത്ഡേ ആണ്, 70ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു സർപ്രൈസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് വല്യമ്മ. പിന്നെ നമ്മളെന്താ വിചാരിച്ചപ്പോൾ ഇതൊരു സപ്തതി അങ്ങനെയൊക്കെ അല്ലേ ഈ 17th ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്താ വെച്ചാൽ നമ്മൾ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വിളിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ബിരിയാണിയൊക്കെ വെച്ചിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനായിരുന്നു വിചാരിച്ചത്. പക്ഷെ അതൊന്നും ഇപ്പോൾ നടക്കാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഞാനും ഇതിനും കൂടി ഒരു സർപ്രൈസ് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയില്ലേ, ക്രൈമിനൊക്കെ കൂട്ടി നിൽക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രാത്രി ഒരു ഡിന്നറൊക്കെ വന്നിപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇമ്മയൊക്കെ സമ്മതിക്കാതെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ നേരെ വല്യമ്മയോട് പോയി പറയും. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ വിളിച്ച് ശീലിച്ചില്ലേ, എല്ലാവരും വല്യമ്മ നല്ല ടൈമാണ്. ഞങ്ങൾ വേറമ്മ എന്ന് വിളിക്കും. കാരണം വല്യമ്മാനെയും ചെറുപ്പത്തിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരേണ്ട ചെറിയ കുട്ടികൾക്ക് മുതലേ വിളിച്ചതാണ് അങ്ങനെ വേറമ്മ. അപ്പോൾ വേറമ്മ എങ്ങനെയാണ് ഇപ്പോൾ നമ്മളുടെ ക്രൈംസൊക്കെ കൂട്ടി നിൽക്കുന്നത്, അത് ഞാൻ ബാക്കി പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ രാത്രിയൊക്കെ ഫുഡൊക്കെ പുറത്ത് കൊണ്ടുപോകുന്നൊക്കെ സമ്മതിക്കാതെ വരുമ്പോൾ നമ്മളിപ്പോൾ വേറമ്മനോട് പോയി പറഞ്ഞാൽ മതി. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളെ പോലെ തന്നെ ആ കാര്യത്തിൽ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ വല്യമ്മ വേറമ്മ ഉപ്പാനോട് പോയി പറഞ്ഞിട്ട് അങ്ങനെ എപ്പോഴും അങ്ങനെയാണ് നടക്കാറുള്ളത്. അങ്ങനെ ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ളതാണ് ഞങ്ങളുടെ വേറമ്മ. പിന്നെ മാത്രമല്ല, ഭയങ്കര ട്രാവൽ എന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കും ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വേറമ്മ. ഇപ്പോൾ എന്ത് പെയിന് ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് അങ്ങനത്തെ പെയിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഒരു മനസ്സൊക്കെ ഒരു അസ്വസ്ഥമായി ഇങ്ങനെ ഇരിക്കുക. ഇപ്പോൾ ട്രാവലിനൊക്കെ നമ്മളിപ്പോൾ എത്ര ദൂരം പോയാലും, അതിപ്പോൾ ബൈ കാറിൽ നമ്മൾ കുറേ ദൂരം പോയാലും നമ്മളൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും. വേറെമ്മ അങ്ങനെ ഉറക്കമെന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. നമ്മൾ ഫുള്ള് പുറത്തേക്ക് നോക്കിയിട്ട് അതെല്ലാം എൻജോയ് ചെയ്തിട്ട്, ഇപ്പോൾ നമുക്ക് യാത്രയൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ നമുക്കൊരു ക്ഷീണം അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇല്ല. ഇപ്പോൾ സാധാരണ കുറച്ചൊക്കെ ഒരു പ്രായ ആളുകൾക്ക് അവനവരുടെ വീട്ടിലിങ്ങനെ ഇരിക്കുക അങ്ങനെ. പക്ഷെ ഞങ്ങൾ വേറെമ്മ അങ്ങനെയല്ല, അതിനൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഞങ്ങളൊപ്പം കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കും അത് ഇഷ്ടമാണ്. കാരണം വേറെ അത്രയും എൻജോയ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ അതിനൊന്നും പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഒരു 4 മാസത്തോളം ഇപ്പോൾ വീട്ടിൽ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഒരു മനസ്സ് മൊത്തം ഒരു ഹാപ്പിനെസ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് സർപ്രൈസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഇപ്പോൾ പറ്റാത്തത്. നമുക്ക് കോവിഡ് കാരണം അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ കോവിഡൊക്കെ നമ്മളുടെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു മാസ്ക് ഇടണം, സോഷ്യൽ ഡിസ്റ്റൻസ് വലിക്കൊക്കെ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക. നമ്മൾ പുറത്തൊക്കെ പോയി വന്നാലൊക്കെ വേഗം കൈയൊക്കെ കഴുകുക. അപ്പോൾ ഞങ്ങൾ ദിവസങ്ങളോളൊക്കെ ടൂറൊക്കെ പോയിട്ടുണ്ട് വേറെമാനൊപ്പം. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ടയേർഡായി. പക്ഷെ അത്രക്കും എനർജറ്റിക് ആയിട്ട് ത്രൂ ഔട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് അത്രക്കും യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം നമുക്ക് ഞങ്ങളൊപ്പം വേറമ്മ യാത്ര ചെയ്ത കുറച്ച് ഫോട്ടോസൊക്കെ കാണാം. അപ്പോൾ ഇതാണ് ആ ഫോട്ടോസ്. ഇതിൽ നമ്മൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം നമ്മുടെ വേറമ്മ എത്രത്തോളം എനർജിയിലാണ് യാത്രയിലൊക്കെ ഉള്ളതെന്ന്. നിങ്ങൾക്ക് എല്ലാ ഫോട്ടോസിലും നിങ്ങൾക്കത് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മൾ ആ ലോങ് ട്രിപ്പ് പോയിൻ്റെയൊക്കെ ഫോട്ടോസാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ ലോങ് ട്രിപ്പ് പോയി അതിലൊക്കെ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ ആയിരുന്നു വേറമ്മ ഉണ്ടായിരുന്നത്. ഇതാ ബോട്ടിലൊക്കെ കയറുന്നതാണ്. ഈ ഫോട്ടോസാണ് നമ്മൾ ആ ലോങ് ട്രിപ്പ് പോകാനുള്ള റെഡി ആവുന്ന ഫോട്ടോ ആയിരുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഫോട്ടോസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വീട്ടിലൊരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് അതൊന്നൊരു സർപ്രൈസ് ആക്കി വേറെമാനെ കാണിച്ചിട്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ എന്താ ഇവിടെ ഈ വീട്ടിൽ തന്നെ വെച്ചിട്ടല്ലേ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുക, അപ്പോൾ അതൊക്കെ ഇപ്പോൾ വേറെമ കാണില്ലേ? അങ്ങനെയല്ല, നമ്മുടെ ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റിന് ഇടയ്ക്കിടയ്ക്ക് കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ അതാണെന്ന് വിചാരിച്ചിട്ട് അതിനങ്ങനെ മൈൻഡ് കൊടുത്തിട്ടില്ല. സാധാരണ നമ്മളിപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുക വേറെമ ആ ഏരിയക്ക് അങ്ങനെ അത് നോക്കാറില്ല. അപ്പോൾ അതാണെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കേക്ക് ഇനി എടുത്തു നോക്കാം. ഇതാണ് നമ്മൾ കേക്ക്. നമ്മളിപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു സർപ്രൈസ് ഒരു സെലിബ്രേഷനാണത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് കേക്ക്. ഇനി നമുക്ക് വേറെമാനെ വിളിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് ട്രെയിൻ പോയി വിളിച്ചുകൊണ്ടിരാം. നമ്മൾ എന്ത് പറഞ്ഞിട്ട് നമുക്ക് ഷൂട്ടിങ്ങിന് അതോ അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വേറെമാൻ്റെ റിയാക്ഷൻ എന്ന്. നമ്മളിപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകാനില്ല. കാരണം നല്ല ഹാപ്പിയിൽ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് പോയി. ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. നമ്മളിപ്പോൾ അങ്ങനെ സർപ്രൈസ് കൊടുത്തപ്പോൾ എന്തായിരിക്കും പ്രതികരണം അറിയാനൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ നല്ല ഹാപ്പിയിലായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ വേറെമ്മ പോയിട്ടോ. കാരണം നമ്മളിത് ഷൂട്ട് ചെയ്യുന്ന അറിഞ്ഞപ്പോൾ ക്യാമറയിലൊന്നും അങ്ങനെ മുഖം കാണിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് വേറെ ഇപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്തിട്ട് നമുക്കൊക്കെ കേക്കൊക്കെ തന്നിട്ട് നല്ല ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇതാണ്. ഇത് കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.